2025 മാർച്ച് മാസം 21 തീയതി വെള്ളിയാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളിലേക്കും മറ്റും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഒന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് വേനൽ മഴ തുടരുമെന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. 3 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സാധ്യത അറിയിച്ചിരിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കാണ് സാധ്യത. അതോടൊപ്പം തന്നെ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ, പരമാവധി 50 കിലോമീറ്റർ വരെ ശക്തിയേറിയ കാറ്റും വീശിയടിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത ഒരു വാർത്താ അറിയിപ്പ്, ഓട്ടോറിക്ഷ യാത്രകൾ കൂലി തർക്കത്തിൽ അവസാനിക്കുന്നത് തടയിടാൻ പുതിയ പദ്ധതിയുമായി മോട്ടോർ വാഹന വകുപ്പ് വന്നിരിക്കുന്നു. ഓട്ടോറിക്ഷയിൽ മീറ്റർ ഘടിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കാനുള്ള നീക്കം വലിയ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ കൃത്യമായി കൂലി വിശദീകരിക്കുന്ന വീഡിയോ പ്രചരണവും ഫെയർ ചാർട്ട് പതിക്കലുമായി വകുപ്പ് മുന്നോട്ട് വന്നിരിക്കുന്നത്. സ്റ്റിക്കർ പതിക്കാനുള്ള സർക്കുലർ സർക്കാർ പിൻവലിച്ചതോടെ പല ഓട്ടോകളും മീറ്റർ പ്രവർത്തിപ്പിക്കുന്നത് അവസാനിപ്പിച്ചെന്ന പരാതി യാത്രക്കാർ ഉന്നയിക്കുന്നു. മിനിമം കൂലി 30 രൂപയാണ്. 1.5 കിലോമീറ്ററാണ് ഈ മിനിമം കൂലിയിൽ സഞ്ചരിക്കാവുന്ന ദൂരം. 1.5 മീറ്ററിന് ശേഷം ഓടുന്ന ഓരോ കിലോമീറ്ററിനും 15 രൂപയാണ് കൂലി. ഒരു വശത്തേക്ക് മാത്രം യാത്ര ചെയ്താൽ മീറ്റർ കൂലിയോടൊപ്പം മിനിമം കൂലിയുടെ തുക കുറച്ച് തുകയുടെ 50% അധികമായി നൽകണം. രാത്രി 10 മുതൽ രാവിലെ 5 മണി വരെ മീറ്റർ അനുസരിച്ചുള്ള തുകയുടെ 50% അധികം നൽകേണ്ടി വരും. വെയിറ്റിംഗ് ചാർജ് ഓരോ 15 മിനിറ്റിനും 10 രൂപ എന്ന രീതിയിലാണ്. അങ്ങനെ ഒരു ദിവസം പരമാവധി 250 രൂപയാണ് വെയിറ്റിംഗ് ചാർജ്. അടുത്തൊരു വാർത്ത, സംസ്ഥാനത്ത് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 1 മുതൽ PG വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ലഭിക്കുന്നതാണ് ഈ സ്കോളർഷിപ്പ്. മാതാപിതാക്കളിൽ ഒരാളോ അല്ലെങ്കിൽ 2 പേരുമോ മരണപ്പെട്ട കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാൻ സാധിക്കുക. കുട്ടികൾ പഠിക്കുന്ന സ്ഥാപന മേധാവി മുഖാന്തരമാണ് ഈ സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിക്കേണ്ടത്. ഡിഗ്രി, PG അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് മാസം തോറും 1000 രൂപയാണ് ഈ സ്കോളർഷിപ്പ് പ്രകാരം ലഭിക്കുക. +1, +2 വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 750 രൂപ ലഭിക്കും. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രതിമാസം 500 രൂപയാണ് ലഭിക്കുക. 1 മുതൽ 5 വരെയുള്ള കുട്ടികൾക്ക് പ്രതിമാസം 300 രൂപയാണ് സ്കോളർഷിപ്പ് തുക. അടുത്തതായി സാമൂഹിക പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യമാണ്. അതായത് ഇപ്പോൾ പെൻഷൻ വളരെ കൃത്യമായി തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മാർച്ച് മാസം കഴിയുന്നതോടുകൂടി അടുത്തൊരു സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുകയാണ്. ഏപ്രിൽ മാസത്തേക്ക് കടക്കുമ്പോൾ, അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് കടക്കുമ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ട പുതുക്കൽ, മസ്റ്ററിംഗ്, വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്, വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. ആനുകൂല്യങ്ങൾ കൃത്യമായി ഗുണഭോക്താവിന് ലഭിക്കാനും അത് കൃത്യസമയത്ത് എത്തിച്ചേരുന്നതിനും അതോടൊപ്പം തന്നെ അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് തന്നെയാണ് ഈ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നത് എന്നൊക്കെ സ്ഥിരീകരിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ ക്രമീകരണങ്ങളെല്ലാം സർക്കാർ നടത്തുന്നത്. എന്നാൽ വാർഷിക മസ്റ്ററിംഗിന്റെ തീയതി ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് വാർഷിക മസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിക്കാറ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും മസ്റ്ററിംഗുമായി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങളുടെ പെൻഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നില്ലെങ്കിൽ, കേന്ദ്ര സർക്കാരിന്റെയൊക്കെ വിഹിതമായ 200, 300, 500 വിഹിതങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ കൃത്യമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ മസ്റ്ററിംഗിന് വേണ്ടി മുന്നോട്ട് പോവേണ്ടതില്ല. സർക്കാർ ഇതിനായുള്ള സമയം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വേണ്ടത്ര സമയപരിധി നൽകുന്നതായിരിക്കും. ആ പരിധിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് നടത്താനായി ശ്രമിക്കുക.